ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മാഷി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു ചെറിയൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. അങ്ങനെയൊന്നല്ല, ചെറുതായിട്ട് നെയ്ച്ചോറും ബീഫ് കറിയാണ്. അപ്പം ഇങ്ങനെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വെക്കുകയാണ്. എല്ലാ ദിവസവും ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറുതായിട്ട് സ്പെഷ്യൽ ആയിക്കോട്ടെ വിചാരിച്ചു. ഞായറാഴ്ചയും കൂടി അല്ലേ. അപ്പോൾ അത് എമ്മച്ചി ഇതൊക്കെ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് എമ്മച്ചി ഡാൽഡ ഇട്ടു കേട്ടോ. ഒരു പാക്കറ്റ് ഫുള്ള് ഇട്ടിട്ടുണ്ട്, കണ്ടോ. എന്താ തീയൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തിച്ചിക്കണം കേട്ടോ. കണ്ടോ, നല്ല കിട്ടുന്നുണ്ട്. അതിങ്ങനെ ഉരുകി വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്തൊക്കെയാണ് അടുത്തത് ഇടാനുള്ളത്? അത് ശരി എടുക്കുന്നുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് സവാള ആൻഡ് ക്യാരറ്റ്. സവാള ഒരു ഭാഗത്ത്, ക്യാരറ്റ് ഒരു ഭാഗത്തുള്ള. ക്യാരറ്റ് ഇങ്ങനെ വെറുതെ തന്നു നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ ഇന്നലെ കിട്ടോ. ഫസ്റ്റ് ഈ ഉള്ളി ഒന്ന് വാടി വരട്ടെട്ടോ. ഇപ്പം ഇത് നല്ല പോലെ വാടാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉമ്മച്ചി വാട്ടുകയാണ്. ഇനി ഇതേ അടുത്തത് ഉമ്മച്ചി ഇതേ ക്യാരറ്റ് ഇടാൻ പോവാണ്. കണ്ടോ, അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഇളക്കുന്നുണ്ട്. ഇതേ പട്ട, ഗ്രാമ്പു, ഏലക്കായ് എന്നിവ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വിതറി എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടെ. അതേ ഉള്ളി വാടിയിട്ട് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് ഫേവറേറ്റ് ആയിട്ടാ രണ്ടും. എന്നിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വരട്ടെ. നല്ല എണ്ണയിൽ മുരിയുന്നുണ്ട്. ആ മുന്തിരി വീർത്ത് വരുന്ന കാണാൻ നല്ല രസമാണ്. അത് തിന്നാനും നല്ല രസമാണ് കേട്ടോ. വീർത്തിട്ട് ഇങ്ങനെ വരുമ്പോ നല്ല അടിപൊളി എണ്ണയിൽ കിടന്ന് തിളച്ച് മറിഞ്ഞ് ഇതാവുന്നുണ്ട് നമ്മളുടെ ഉള്ളിയൊക്കെ. കണ്ടോ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് ഇനി വെച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ടോ, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞങ്ങൾ അരി എടുത്തത് ഫുള്ള്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ തന്നെ 2 ഇത് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ അളവ് അങ്ങനെയാണ്, നിങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനത്തെ 2 വെച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനാട്ടെ മിക്സ് ചെയ്യണേ. ജസ്റ്റ് ഉപ്പ് കൊണ്ട് ഇളകി വറ്റാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. വെള്ളം തിളക്കട്ടെ. അമ്മച്ചി മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. എന്താണെന്നറിയോ? ബീഫ് കറിയാണേ. അതല്ലേ നമുക്ക് കറി കാണിച്ചു തരാം. ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫാണ്. കണ്ടോ, ഇളക്കി കാണിച്ചു തരാം. കണ്ടോ, ഉമ്മച്ചി ഇത് അരി കേൾക്കാൻ പോയിട്ടുണ്ട്. ഇത് തിളക്കുമ്പോഴത്തേന് ഉമ്മച്ചി അരി കേൾക്കി വരട്ടെ.
അപ്പൊ ഇത് നമ്മളിത് അരി ഇടാൻ പോവാണ് കേട്ടോ. വെള്ളം നല്ല പോലെ തിളച്ച് വന്നിക്കുന്നേ. ഇങ്ങനെ അരി ഇടാം. നല്ല അടിപൊളി തിളപ്പാണ്. നേരത്തെ നമ്മൾ വെള്ളം വെച്ചില്ലേ, ആ ഒരു പാത്രത്തിലാട്ടോ നമ്മൾ ഈ ഒരു അരി എടുത്തത്. നല്ല പോലെ വെച്ചിട്ടുണ്ട് അരി. നല്ല തിളച്ച് പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ വെള്ളത്തിന്. ഈ ഒരു നേരക്കായ നല്ല തണുപ്പാണ്. രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട് കേട്ടോ. എല്ലാവരും വരിക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പം എല്ലാവരും ലൈവ് വരിക, കാണുക. ഇന്നലെ നമ്മൾ ലൈവ് എടുത്തപ്പോൾ 6 പേരുണ്ടായിരുന്നു കേട്ടോ. അതിൽ 3 പേര് മാത്രമേ മെസ്സേജ് അയച്ചിട്ടുള്ളൂ. അത് 3 പേര് മെസ്സേജ് അയച്ചിട്ടില്ല. ഫസ്റ്റ് 3 ആയിരുന്നു, പിന്നെ 3 വന്നു. അപ്പൊ 6 പേരുണ്ടേനു. അപ്പൊ 3 പേര് മാത്രമേ എന്താ പറയാ കമന്റ് അയച്ചിട്ടുള്ളൂ. 3 പേര് കമന്റ് അയച്ചില്ല കേട്ടോ. നല്ല തിളക്കട്ടെ. ഞാൻ വെയിറ്റിങ്ങിലാ. ബീഫ് കറിയും നെയ്ച്ചോറും. വാഹാ, എന്താ ഇത് കോമ്പിനേഷൻ, അടിപൊളി. നമുക്ക് അതിലോട്ട് നല്ല അടിപൊളി ശുദ്ധമായ നെയ്യ് ഒഴിച്ചാലോ. വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് തിളച്ച് ഇതായി വരട്ടെ. ഇപ്പൊ ഇത് നല്ല പോലെ വാടാൻ വേണ്ടിട്ട് ഇമ്മച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇമ്മച്ചി വാട്ടുകയാണേ. ഇമ്മച്ചി ഇത് അരി കഴിക്കാൻ പോയിട്ടുണ്ട്. ഇത് തിളക്കുമ്പോഴത്തേന് ഇമ്മച്ചി അരി കഴിക്കി വരട്ടെ. അപ്പൊ ഇത് നമ്മളിത് അരി ഇടാൻ പോവാണ് കേട്ടോ. വെള്ളം നല്ല പോലെ തിളച്ച് വന്നിക്കുന്നേ. ഇങ്ങനെ അരി ഇടാം. നല്ല അടിപൊളി തിളപ്പാണ്. നേരത്തെ നമ്മൾ വെള്ളം വെച്ചില്ലേ, ആ ഒരു പാത്രത്തിലാട്ടോ നമ്മൾ ഈ ഒരു അരി എടുത്തത്. നല്ല പോലെ വെച്ചിട്ടുണ്ട് അരി. നല്ല തിളച്ച് പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ വെള്ളത്തിന്. ഈ ഒരു നേരക്കായ നല്ല തണുപ്പാണ്. രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട് കേട്ടോ. എല്ലാവരും വരിക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ലൈവ് വരിക, കാണുക. ഇന്നലെ നമ്മൾ ലൈവ് എടുത്തപ്പോൾ 6 പേരുണ്ടായിരുന്നു കേട്ടോ. അതിൽ 3 പേര് മാത്രമേ മെസ്സേജ് അയച്ചിട്ടുള്ളൂ. അത് 3 പേര് മെസ്സേജ് അയച്ചിട്ടില്ല. ഫസ്റ്റ് 3 ആയിരുന്നു, പിന്നെ 3 വന്നു. അപ്പൊ 6 പേരുണ്ടേനു. അപ്പൊ 3 പേര് മാത്രമേ എന്താ പറയാ കമന്റ് അയച്ചിട്ടുള്ളൂ. 3 പേര് കമന്റ് അയച്ചില്ല കേട്ടോ. നല്ല തിളക്കട്ടെ. ഞാൻ വെയിറ്റിങ്ങിലാ. ബീഫ് കറിയും നെയ്ച്ചോറും. വാഹാ, എന്താ ഇത് കോമ്പിനേഷൻ, അടിപൊളി. നമുക്ക് അതിലോട്ട് നല്ല അടിപൊളി ശുദ്ധമായ നെയ്യ് ഒഴിച്ചാലോ. വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് തിളച്ച് ഇതായി വരട്ടെ. അപ്പൊ അതേ ചോറ് വെന്തിട്ടോ. ഇപ്പൊ ഉമ്മച്ചി മാറി ഇപ്പച്ചിയാണ് ഇളക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ചോറിന് ഒരു സബ്സ്ക്രൈബർ ലൈക്കൊക്കെ തരണം കേട്ടോ. ഇപ്പച്ചി നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ.